Hello sir, hello ma'am. നാട്ടിൽ എവിടെയായിരുന്നു സർ? നാട്ടിൽ പെരുമ്പാവൂരാണ്. പെരുമ്പാവൂരാണ്. ഓക്കെ. സെറ്റിൽഡ് സെറ്റിൽ യുകെയിലാണ്. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് നമ്മുടെ ഇഷിത ഹൗസിനെ കുറിച്ച് അറിഞ്ഞത്? യൂട്യൂബ്. ഓക്കെ. ഞാനവിടെ യൂട്യൂബ് നോക്കുമ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കുറേ ഷോപ്പിൽ സെർച്ച് ചെയ്തു. അപ്പോൾ യൂട്യൂബിൽ ഇവിടുത്തെ സാറിനെ കണ്ടിരുന്നു ഫോട്ടോയിൽ. അപ്പോൾ അതിൽ വീഡിയോയിൽ മലയാളത്തിൽ സംസാരിക്കുന്ന കുറച്ച് വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈവൻ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ നമുക്ക് ലാംഗ്വേജ് അറിയാം എന്നാലും കൂടിയിട്ട് മലയാളം സംസാരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്രീ ആവുമെന്ന് കരുതി. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ഞാനത് നോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ 2 സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിഫറൻസിൽ വെച്ചത്. അപ്പോൾ ഞാൻ വന്നിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് നോക്കി. ഇവിടെ വന്നു നോക്കി സാധനങ്ങളൊക്കെ എടുത്തു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ കസ്റ്റമർ സർവീസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കസ്റ്റമർ സർവീസ് എല്ലാം ഗുഡാണ്, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. എത്രയാണ് സർ പർച്ചേസ് ചെയ്തത്? എമൗണ്ട് അറൗണ്ട് 3 lakhs എടുത്ത് പർച്ചേസ് ചെയ്തു. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ സേഫ് ആയിട്ടെല്ലാം? പിക്കപ്പ് ഡ്രോപ്പ് എനിക്ക് വീഡിയോയിൽ നേരത്തെ മെസ്സേജ് ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വന്ന് എയർപോർട്ടിൽ നിന്ന് അവിടെ നിന്ന് പുറപ്പെടുമ്പോഴോ അല്ലെങ്കിൽ വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യുമെന്ന്. പിന്നെ ഞാൻ വന്നിട്ട് ഒന്ന് നോക്കാമെന്ന് വെച്ചു. പിന്നെ ഇവിടെ വന്നിട്ടാണ് പിന്നെ ഞാൻ ഡ്രോപ്പ് ഒക്കെ ചെയ്തത്. അത് ഓക്കെയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഓൾ ഓവർ എങ്ങനെ എക്സ്പീരിയൻസ് നമ്മുടെ ഇഷിത ഹൗസിന്? നല്ല ഗുഡാണ്. പിന്നെ ആകെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് പുതിയ വരുന്ന കസ്റ്റമർക്ക് നമുക്ക് ഒരൊറ്റ ഇതുള്ളത്, ഇപ്പോൾ ബൾക്ക് പർച്ചേസ് ആയാലും മിനിമം ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണെങ്കിൽ അവർക്കിപ്പോൾ വലിയ ബഡ്ജറ്റ് ആയിരിക്കുമല്ലോ, ലോ ബഡ്ജറ്റ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പിന്നെയാണ് കുറച്ചുകൂടി ബിഗ് ആയിട്ട് തുടങ്ങുക. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ അവരൊരു ഡിസൈൻ മനസ്സിലുണ്ടാവുന്ന ഒരു 25, 30, 50 അങ്ങനെ ക്വാണ്ടിറ്റികൾ വരുമല്ലോ. അപ്പോൾ ആ ക്വാണ്ടിറ്റി വരുമ്പോൾ നമ്മുടെ മിനിമം പർച്ചേസ് ഓക്കെ വീഡിയോയിൽ ഞാൻ കേട്ടിട്ടുണ്ട് 30,000 മിനിമം പർച്ചേസ് ഹോൾസെയിൽ റേറ്റ്. ഓക്കെ, ആ മിനിമം പർച്ചേസിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ 30,000 കുറേ ക്വാണ്ടിറ്റിയാണ് വാങ്ങാം. അപ്പോൾ ഒരു പീസിൽ എത്ര, ഒരു ബണ്ടിലിൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എത്ര പീസാണ് വെക്കുന്നതെന്നുള്ള ഒരു അറിവ് കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല കാര്യമായിരിക്കും. കാരണം അവർക്ക് അവിടുന്ന് ഐഡിയ ചെയ്ത് വരാം. ഇപ്പം നമ്മൾ 3 lakhs പർച്ചേസ് ചെയ്യുന്ന ആൾ ഞങ്ങൾ ഒരു 15 lakhs പ്രൊഡക്റ്റ് കണ്ടിട്ടാണ് സെലക്ട് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ആ സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു 5 പീസാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ മെറ്റീരിയൽ നിങ്ങൾക്ക് മിനിമം പർച്ചേസ് ചെയ്യേണ്ട വരിക എല്ലാ ഡിഫറെൻറ്റ് സൈസിലും. ഈ മെറ്റീരിയൽ അല്ലെങ്കിൽ സാരി ആണെങ്കിൽ 5 പീസിൽ മിനിമം ഒരു 6 പീസ് എടുക്കേണ്ടി വരും. അതാണ് ഹോൾസെയിൽ റേറ്റ് എന്നുള്ള ഒരു അറിവ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതൊരു we are not prepared. Just pick up whatever you like, bill it and go. Yes. At the wholesale rate. And bulk purchase. We didn't know that, like, this single piece, they will give us only 12 pieces together of different sizes and different designs. ഇനി നമ്മൾ അത് ആ നോളജ് കൂടെ ആഡ് ചെയ്ത് അത് ഒരു കസ്റ്റമർക്ക് അറിയാത്ത കാര്യമാണ്. അത് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ we sat there for 7 hours. Yes. Okay, we had to select and reselect and reject and അപ്പോൾ ടൈം സേവ് ചെയ്യാം. വരുന്ന ആൾക്കാർക്ക് ബഡ്ജറ്റിനല്ല അവർ എന്തായാലും വാങ്ങുന്നുള്ളൂ. ഇപ്പോൾ ഒരു ടാർഗറ്റ് 5 lakhs എടുത്താലും അവൻ 5 lakhs വാങ്ങുള്ളൂ, ചിലപ്പോൾ 1 lakh കൂടി വാങ്ങാം. അപ്പോൾ അവർക്ക് 20 ലക്ഷം കാണിച്ചിട്ട് പിന്നെ കൺഫ്യൂസ് ആവുമ്പോഴായിട്ട് നല്ലത് നമുക്ക് ആ ഒരു ടാർഗറ്റ് ആദ്യം തന്നെ അവരോട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്ന് അറിയുകയാണ്. ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായതെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് പറഞ്ഞെടുക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് വേണം, അതിൻ്റെ 2-3 സൈസ് ഉണ്ട്, മിനിമം 6 എണ്ണം വരും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ക്വാണ്ടിറ്റി കൂടി പോകുന്നത്. ആ ഒരു കൺഫ്യൂഷനാണ് ഈ ഒരു പർച്ചേസിൽ എനിക്ക്. അല്ലാതെ ബാക്കിയെല്ലാം ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ്. Customer service is really good. I like how I was treated here. That I really like coming and showing us the products, not getting irritated, show faces. Because we sat for 7 hours there, and I think Mr. Rishi, he was the one who helped us out here fully by showing each and every garment how many ever times. We select a couple of things. Then when we came to know this, we had to reject. We selected 1,330 pieces and we rounded it down to 170 pieces. ഋഷി ആൻഡ് രവീന്ദ്ര എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ എല്ലാത്തിനും ആളായിരുന്നു വന്നിട്ടായിരുന്നു. കറക്റ്റ് വിളിച്ച് അപ്ഡേറ്റ് ചെയ്തിരുന്നു. എപ്പോഴും ഇറങ്ങണമെന്ന് ചോദിച്ചപ്പോൾ കറക്റ്റ് വണ്ടി വരും. ആ സർവീസ് എല്ലാം ഗുഡായിരുന്നു. ഇത് മാത്രം ഈ പർച്ചേസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റിയുടെ ഒരു പ്രശ്നം മാത്രം. അതിന് നമുക്ക് സോൾവ് ചെയ്യാം. നമ്മുടെ വീഡിയോസിലൊക്കെ മെൻഷൻ ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. അപ്പം ഓൾ ഓവർ എക്സ്പീരിയൻസ് വാസ് ഗുഡ്. താങ്ക് യു.